ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾ അണിയറയിൽ പുരോഗമിക്കുമ്പോൾ പ്രേക്ഷക മനസ്സുകളിലെ ആകാംക്ഷ ചെറുതൊന്നുമല്ല. ആരൊക്കെ, എവിടെ വച്ച്, എപ്പോൾ തുടങ്ങിയ അനേകം സംശയങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കാരണം ബിഗ് ബോസ് എന്ന ഷോ ജനങ്ങൾ അത്രമേൽ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ജനകീയ ഷോയായി മാറിയിരിക്കുന്നു. ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ എത്രയെത്ര പേരുടെ കരിയർ തന്നെ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 5ലെ അഖിൽമാരാരും നാദിറയുമൊക്കെ നമുക്ക് മുന്നിലെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. താരവിസ്മയം മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ ഹോസ്റ്റായി എത്തി ചരിത്രം സൃഷ്ടിക്കപ്പെടുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇനിയും അനേകം പ്രതിഭകൾക്ക് മിന്നിത്തിളങ്ങാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം. അതിനു മുന്നോടിയായി നമുക്ക് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ 10 പേരുടെ പേരാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്നും പ്രേക്ഷകർക്ക് ആരെങ്കിലും കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ഞാൻ പറയുന്നത് ഷാലു കുര്യൻ്റെയാണ്. ഷാലു കുര്യനെ ഒരുപക്ഷെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുമായിരിക്കും. ഏഷ്യാനെറ്റിൻ്റെ തന്നെ ചന്ദനമഴ എന്ന സീരിയലിലെ വർഷ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച ആർട്ടിസ്റ്റാണ് ഷാലു കുര്യൻ. ഷാലു കുര്യൻ തീർച്ചയായും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റാണ് KL ബ്രോ ബിജു ഋത്വിക്. യൂട്യൂബറാണ്. ഒരുപക്ഷെ യൂട്യൂബേഴ്സിനിടയിലും അതുപോലെ തന്നെ പ്രേക്ഷകർക്കിടയിലും ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് KL ബ്രോ ബിജു ഋത്വിക്. എത്ര ഉയരത്തിലെത്തിയാലും വന്ന വഴി മറക്കാതെ പ്രേക്ഷക പിന്തുണ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മൂന്നാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ മൂന്നാമത് പറയുന്ന പേരാണ് നിക് വ്ലോഗ്സ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും നിക് വ്ലോഗ്സിനെ. പാവപ്പെട്ടവൻ്റെ കാവലാൾ എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് നിക് വ്ലോഗ്സിനെ പറയാം. കാരണം മാതൃകാപരമായ ഒട്ടനേകം സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിക് വ്ലോഗ്സിനെ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. നാലാമത്തെ കണ്ടസ്റ്റൻ്റാണ് ശ്രീറാം. ഏഷ്യാനെറ്റിൻ്റെ തന്നെ കസ്തൂരിമാൻ എന്ന സീരിയലിലെ ജീവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റാണ് ശ്രീറാം. ശ്രീറാമും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അഞ്ചാമത് കണ്ടസ്റ്റൻ്റാണ് ജിത്തു വേണുഗോപാൽ. മൗനരാഗം, സീതാ കല്യാണം തുടങ്ങിയ ഏഷ്യാനെറ്റിൻ്റെ തന്നെ നിരവധി പരമ്പരകളിൽ അതിമനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാണ് ജിത്തു വേണുഗോപാൽ. ആറാമത്തെ കണ്ടസ്റ്റൻ്റാണ് ഷാലു പേയാട്. ഷാലു പേയാട് ഒരുപക്ഷെ ഏഷ്യാനെറ്റിന് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 4ലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി നിലനിന്ന ഒരുപാട് കോൺട്രവേഴ്സികളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഫിലിം ഫോട്ടോഗ്രാഫറാണ് ഷാലു പേയാട്. അതുകൊണ്ട് തന്നെ സീസൺ 5ലും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. സീസൺ 6ലും തീർച്ചയായും അദ്ദേഹം ഉണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഷാലു പേയാട് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ വരുമോ ഇല്ലയോ എന്ന്. ഏഴാമത് പേരാണ് ബീന ആൻ്റണി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരുപക്ഷെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് വർഷങ്ങളായി സീരിയൽ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ബീന ആൻ്റണി. ബീന ചേച്ചിയും ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഉണ്ടാവും എന്ന് നമുക്ക് അനുമാനിക്കാം. എട്ടാമത് കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ. ബ്യൂട്ടി വ്ളോഗറാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ കുക്ക് വിത്ത് കോമഡി ഫെയിം കൂടിയാണ്. ജാസ്മിൻ ജാഫറിനും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സും ഫാൻ ബേസൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ. അതുമാത്രമല്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സികളിൽ നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ജാസ്മിൻ ജാഫറിനെ നമുക്ക് തീർച്ചയായും ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ വരുമെന്ന് വിശ്വസിക്കാം. ഒൻപതാമത് കണ്ടസ്റ്റൻ്റാണ് അഞ്ജിത നായർ. ബ്യൂട്ടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ ബൈ അഞ്ജിത നായർ. ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് അഞ്ജിത നായർ. അഞ്ജിത നായർ വരുമെന്ന് നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ എന്തായാലും അഞ്ജിത നായരുടെ പേരും ഉൾപ്പെടുത്താം. അഞ്ജിത നായർ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണുക. പത്താമത് പേരാണ് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ അതിമനോഹരമായി കൈകാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ സോഷ്യൽ റെലവൻറ്റ് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പ്രതികരിക്കുന്ന ഒരു യൂട്യൂബറാണ് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. അതുകൊണ്ട് തന്നെ സായി ബ്രോ തീർച്ചയായും ബിഗ് ബോസ് മലയാളം സീസൺ
6-ൽ വരും എന്ന് നമുക്ക് 100% വിശ്വസിക്കാം. ഒരുപക്ഷെ സായി കൃഷ്ണയൊക്കെ ഈ ഒരു ഷോയിൽ വരികയാണെങ്കിൽ കണ്ടൻറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അവിടെ തന്നെ ഒരു യുദ്ധക്കളമാവാൻ തീർച്ചയായും സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. സായി കൃഷ്ണ തീർച്ചയായും ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു പ്രിഡിക്ഷൻ ലിസ്റ്റാണ്, സാധ്യതാ പട്ടികയാണ്. ഒരിക്കലും ഇത് കൺഫേംഡ് ലിസ്റ്റല്ല. ഇതിൽ